ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല അധികാര രാവിലെ സമയത്തെ ഒത്തിപ്പത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും MAG ഹോസ്പിറ്റൽ വായ്സ് മൂലമായി നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഈ അതിരാവിലെ ഇരുട്ടോട് നിന്നെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്ന് കണ്ണുനീരോടി പ്രാർത്ഥന കർത്താവെ സ്തോത്രം അവലോട് കേൾക്കുന്ന, അതെ വിശ്വസിക്കുന്ന, ഏറ്റെടുക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവരവരുടെ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ എൻ്റെ ദൈവം അറിയുന്നുണ്ടല്ലോ. അനേകർക്ക് വിടുതലും സന്തോഷവും സമാധാനം കൊടുക്കുന്നുണ്ടല്ലോ. അനേകർക്ക് നിത്യജീവനെ കൊടുക്കുന്നുണ്ടല്ലോ, ആരോഗ്യം കൊടുക്കുന്നുണ്ടല്ലോ. അനേകരുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നീ സ്വർഗത്തിൽ നിന്നും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേകർ മൂലം ശക്തി പ്രാപിക്കുന്നതിനായി, ബലം പ്രാപിക്കുന്നതിനായി, കൃപയിലെ ബലപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് വിശ്വാസത്തിലും ശക്തിയിലും നിന്റെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വളരുവാനുള്ള കൃപ നീ തരുന്നതിനായി സ്തോത്രം. ഇത് പോയി ചേരുന്നിടത്തെല്ലാം ദൈവം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായിരിക്കണം, നിന്റെ അത്ഭുത പുയ്യമംഗ ബലിപ്പെടണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ, പങ്കപ്പാടുകൾ എല്ലാത്തിൻ്റെ മധ്യയിലും ദൈവത്തിൻ്റെ വലിയ കരം അവിടെ വീര്യം പ്രവർത്തിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെയും തകർക്കരുത്, ഒരുത്തരെയും നശിപ്പിക്കരുത്, ഒരുത്തരും കൈവിട്ടു പോകരുത്, ഒരുത്തരും താളടിയാകരുത്, ഒരുത്തരും വീണു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. അപ്പച്ചാ, നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. നീ നിന്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തണം, കണ്ണിൻ്റെ മണി പോലെ മറയ്ക്കണം. അപ്പച്ചാ, നീ അവരെ കാവൽ കാത്തു നീ സൂക്ഷിക്കണം. ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത്. രോഗികളുണ്ട്, ക്ഷീണിതരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ അതേ യാത്രയിൽ അനേക പ്രതിസന്ധികൾ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പ്രയാസപ്പെടുന്നവരുണ്ട് അപ്പച്ച. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ കണ്ണുനീര് വിട്ട് കതറുന്ന കർത്താവെ കരയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം നീ ആശ്വാസദായകനായി ഇരുന്ന് നിന്റെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വൻകാരിച്ചിട്ട് അടിനെ ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്നോടുടെ പ്രാർത്ഥന അറ്റുന്ന എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിശ്ചയം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1221 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ എഴുതിയ 72 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം, 72ന്റെ 4-ാമത്തെ വാക്യം. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ, ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുകയും ചെയ്യട്ടെ. നല്ല ഒരു സന്തോഷമാണ്, നമ്മുടെ മനസ്സിനകത്തൊരു സമാധാനം കൊടുക്കக்கூடிய ഒരു വാക്യമാണിത്. ഒരു ധൈര്യം കൊടുക്കக்கூடிய ഒരു വാക്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ പേടിയും ഭയവും എല്ലാം മാറ്റി ഒരു നല്ല ദൃഢം, നല്ല ധൈര്യം, നല്ല സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു വാക്യമാണ്. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് ന്യായം പാലിക്കാൻ ആരാ ഉള്ളത്? നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളത്? നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാനോ നല്ലത് നമുക്കൊരു വഴി പറയാൻ ആരും ഈ ലോകത്തിൽ ഇല്ലല്ലോ. എല്ലാ അനീതി കൊണ്ട്, പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അനീതി കൊണ്ടും പാപം കൊണ്ടും നിറഞ്ഞ ലോകത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. നമ്മൾ എളിയവരായിരുന്നാൽ നിശ്ചയമായി കർത്താവിൻ്റെ ആ ഒരു കാവലും അവൻ്റെ സൂക്ഷിപ്പും നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഞാനൊരു എളിയവനാണ്, എനിക്ക് ആരുമില്ല, ഒരു ദരിദ്രനാണ്, ഞാൻ പട്ടിണിക്കാരനാണ്, എനിക്ക് ജീവിക്കാൻ വഴിയില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സഹായത്തിന് ആരുമില്ല. നിങ്ങൾ പറയരുത്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ നിശ്ചയം എല്ലാ കാര്യങ്ങളും അത്ഭുതമായി നടത്തും. ദൈവം നടത്തി കൊടുക്കും. അവിടെ പറയുന്ന കണ്ടോ, ദൈവത്തിന് സ്തോത്രം. അവൻ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ച് കൊടുക്കട്ടെ, ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും, ദരിദ്രരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ രക്ഷിക്കുകയും അവിടെ പറയുന്നുണ്ട്, രക്ഷിക്കുകയും ദൈവത്തിന് സ്തോത്രം പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുകയും ചെയ്യട്ടെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒത്തിരി പേര് കാണും. ഫ്രീഡമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തിൽ പല പ്രശ്നവും ഉണ്ടായിരിക്കും, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അനേകം നിങ്ങളെ പീഡിപ്പിക്കും, നിന്നെ കൊന്നുകളയും, നിന്നെ നശിപ്പിക്കും, നിന്നെ ഇനി ലോകത്തിൽ കാണാൻ ആർക്കും കിട്ടത്തില്ല, നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, ഇങ്ങനെല്ലാം നമ്മളെ പീഡിപ്പിക്കുന്ന ഒത്തിരി പേര് കാണും. അതേപോലെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഡോക്ടർമാർ കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങളെ നമ്മൾ ഒത്തിരി പീഡിപ്പിക്കുന്നതായിരിക്കും. നമുക്കതിനുള്ള പൈസ നമ്മുടെ ഇല്ല. അങ്ങനത്തെ രോഗം വന്നാൽ നമുക്ക് നിൽക്കാൻ ഒരു നിക്കക്കണ്ണി നമുക്കില്ല. നമ്മൾ തകരുകല്ലാതെ, നശിക്കല്ലാതെ, മരിക്കല്ലാതെ വേറെ ഒരു വഴി നമുക്കില്ല. ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ, പങ്കപ്പാടുകൾ നോക്കുമ്പോൾ അയ്യോ നമ്മുടെ സ്ഥിതി എന്താകും എന്നുള്ള പെരിയ പേടി നിങ്ങളുടെ അകത്ത് കാണും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. കർത്താവാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, പീഡിപ്പിക്കുന്നവനെ കർത്താവ് തകർത്ത് കളയും.
തകർത്തുകളെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവനെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, അവൻ അവിടെ ഇല്ല. നമ്മളത് കാണുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിക്കാൻ വന്ന പാർവോനും അവന്റെ സേനകളും എന്തിയെ കർത്താവിനെ തകർത്ത് കളഞ്ഞില്ലേ? അങ്ങനെ വേദപുസ്തകത്തിൽ എന്തുമാത്രം പേര് സൗലിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, എന്തുമാത്രം അത്ഭുതമാണ് കർത്താവ് അവിടെ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത എന്താ ഈ ലോകത്തിലുള്ളത്? ദൈവത്തിന് സകലതും കഴിയും. ദാവീദിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആ ഗോലിയാത്ത് തന്റെ ജനങ്ങളെ നശിപ്പിക്കാൻ വന്നോനല്ലേ, അവരെ തകർക്കാൻ വന്നോനല്ലേ? തകർക്കാൻ വന്നോനെ ദാവീദ് തകർത്തു. നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാം. അതുപോലെ ഒത്തിരി ഇടത്തിൽ നമുക്ക് അതിന്റെ ആലോചനകൾ കാണാൻ സാധിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങൾ ജീവിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ എല്ലാ ഉറവിടങ്ങളെയും തകർക്കുവാൻ വരുന്ന ദുഷ്ടനെ എൻ്റെ ദൈവം തമ്പുരാൻ തകർക്കാൻ പോകുകയാണ്. അവനെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. നിശ്ചയം കർത്താവ് അത് ചെയ്യും. അതിന്റെ മേലെ 2 വാക്യം പറയുന്നത്, അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടി പരിപാലിക്കട്ടെ. നമ്മളെ പരിപാലിക്കുന്ന ദൈവവൃത്തനുണ്ട്. നീതിയോടും ന്യായത്തോടും നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ഈ ലോകത്തിൽ എവിടെ ഇന്ന് നീതിയുള്ളത്? എവിടെ ന്യായമുള്ളത്? എവിടെയില്ല, നമുക്കെവിടെയില്ല. പക്ഷേ നമ്മുടെ ദൈവം പറയാണ്, അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടി പരിപാലിക്കട്ടെ. നീതിമാൻ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കരയരുത്. നിങ്ങൾക്ക് ദൈവം പറയുന്നുണ്ടോ? നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. നെല്ല് കൃഷികൾ വളരുന്നത് പോലെ, വിളയുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം, നമുക്ക് സമാധാനത്തെ വിളയെ ചെയ്യുന്ന കർത്താവൃത്തനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടരുത്, ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒന്നുകൊണ്ടും തകർന്നു പോകരുത്. എനിക്കാരുമില്ല, എൻ്റെ എല്ലാം നശിച്ചു പോയി, എൻ്റെ എല്ലാം തകർന്നു പോയി, നിങ്ങളങ്ങനെ പറയരുത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുകയും ചെയ്യട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ഇതൊക്കെ മേലെ നിങ്ങൾക്ക് എന്തോ വേണം? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷത്തെ കർത്താവ് ഇന്ന് തരുകയാണ്. നിങ്ങളുടെ തകർച്ചകളെല്ലാം ദൈവം കണ്ടു, നിങ്ങളുടെ വേദന ദൈവം കണ്ടു. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ അതേ ദുഃഖത്തോട് വേദനയോട് നെടുവീർപ്പോട് ഇരിക്കുന്ന ദൈവം തമ്മിൽ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ആ വേദനയെ കൊണ്ടുവന്നവൻ, നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിച്ചവൻ, നിങ്ങളുടെ ആരോഗ്യത്തെ തകർത്തവൻ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ എവിടെല്ലാം നിങ്ങളെ ആരെല്ലാം തകർക്ക വന്നേനോ തകർത്തോ, അതേക്കാൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറയാണ്, പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിൽ നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ. നിശ്ചയമായി കർത്താവ് ഇന്ന് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ. നിങ്ങളത് ഏറ്റെടുക്കുക, നിങ്ങൾ വിശ്വസിക്കുക. ദൈവം തമ്പുരാനോട് കഴിയാത്തത് ഈ ലോകത്തിൽ ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകൊണ്ട് പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ട് വിഷമിക്കരുത്. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല, ഒരു കാലത്തും കർത്താവ് നിങ്ങളെ മറക്കുകയില്ല, കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല, കർത്താവ് നിങ്ങളെ തള്ളിക്കളയുകയില്ല. ദൈവം തമ്പുരാൻ തൻ്റെ മാർബോട് നിങ്ങളെ ചേർത്ത് തൻ്റെ കൈ പിടിച്ച് നിങ്ങളെ നടത്തി ഒരു ദോഷവും നിങ്ങൾക്ക് തട്ടാതെ കർത്താവ് നിങ്ങളെ നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്നുകൊണ്ട് വിഷമിക്കരുത്. ഈ വാക്യങ്ങൾ മറുപടിയും വായിക്കണം, അത് മറുപടിയും ചിന്തിക്കണം, ധ്യാനിക്കണം. ദൈവമേ, ഈ വാക്യത്തിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ദൈവത്തോട് അടുത്തു പോകുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അനേക രഹസ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നത് നിശ്ചയമായി നിങ്ങളെ ബലപ്പെടുത്തും. ഒന്നുകൊണ്ട് പേടിക്കരുത്. ഒരു വിഷയം, ഇപ്പോൾ ഒത്തിരി രോഗം കാണും, ഒത്തിരി കഷ്ടം കാണും, ഒത്തിരി പ്രയാസം കാണും, മരണ ഭയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാം തകർന്നു കാണും, തരിപ്പണമായി കാണും. നിത്യപ്പുറതിയില്ല, പേടിക്കണ്ട. കർത്താവുണ്ട് കൂട്ടിന്. നിങ്ങളെ തകർക്കുവാൻ ആരെല്ലാം വന്നോ അവർ നിങ്ങളെ തൊടാൻ ദൈവം സമ്മതിക്കും. ഒരു മുടിനാര് പോലും നഷ്ടപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവനെ ദൈവം തകർക്കും. നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, നിന്റെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന ജീവിതത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങളെ ഭിന്നിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ തകർത്ത്, കുഞ്ഞുങ്ങളെ തകർത്ത്, സന്തോഷത്തെ തകർത്ത്, സമാധാനത്തെ തകർത്ത് എവിടെല്ലാം വന്ന് അവൻ കൈവച്ചിട്ടുണ്ടോ, അവനെ ഇന്ന് വെളുക്കുന്നതിന് മുന്നേ, ഇന്ന് വൈകുന്നേരത്തിലുള്ള സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കർത്താവ് അവനെ തകർത്ത് തരിപ്പണമാക്കും. അവനെ തവിട്ടുപൊടിയാക്കും എൻ്റെ കർത്താവ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ആമീൻ പറയാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ പറ്റുമോ? നിശ്ചയം കർത്താവ് നിങ്ങൾക്കത് ചെയ്യും.
ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്ത് മറുപടിയും തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ, നിന്നെ ഒന്ന് സ്തുതിക്കുവാൻ, നിന്നെ ഒന്ന് ഉയർത്തുവാൻ, നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. ഇന്ന് ഞങ്ങൾ വായിച്ച ഈ വേദവാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തന്നെ അവർ ഏറ്റെടുക്കുവാനും വിശ്വസിക്കുവാനും കർത്താവ് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്, ഒരുത്തരെയും മറക്കരുത്, ഒരുത്തരെയും കൈവിടരുത്. പറ്റാം അവരവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും പങ്കപ്പാടുകളും കണ്ണുനീരും വേദനകളും എല്ലാം നീ കാണുന്നുണ്ടല്ലോ. എന്തുമാത്രം പ്രയാസത്തിലൂടെ നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്നു, എന്തുമാത്രം വേദനയെ പറ്റ ഇത്രയും കാലങ്ങൾ പ്രാർത്ഥിച്ചും ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, ഒരു ആശ്വാസമില്ലാതെ നിന്റെ കുഞ്ഞുങ്ങൾ തകർന്ന് കർത്താവെ തരിപ്പണമായി കിടക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. എനിക്കൊരു ആശ്വാസം ലഭിക്കുമോ? എൻ്റെ ജീവിതത്തിൽ നന്മ നടക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല നടക്കുമോ? എൻ്റെ ജീവിതത്തിലിരിക്കുന്ന പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കഷ്ടപ്പാടിനും പട്ടിണിക്കും എൻ്റെ ദാരിദ്ര്യത്തിനും ദൈവം എനിക്കൊരു വിടുതൽ തരുമോ? എനിക്കൊരു ആശ്വാസം ലഭിക്കുമോ? എനിക്കൊരു സന്തോഷത്തോട് ഒരു ദിവസമെങ്കിലും ഒന്ന് കടന്നുറങ്ങുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അതിന് ശക്തനാണ്. നിങ്ങളെ ക്ഷീണിപ്പിച്ച് തകർത്ത് തള്ളിക്കളയ ദൈവമല്ല. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടി പരിപാലിക്കുന്ന ദൈവമാണ്. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു പരിപാലകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയത്തിന് മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലയോ? നിങ്ങൾക്ക് സമാധാനമില്ലയോ? സന്തോഷമില്ലയോ? ഒരു വലിയ സമാധാനം അവിടെ വിളയാൻ തുടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വമോട് വെളിപ്പെടുകയാണ്. അതോടെ ദൈവം വിടുന്നില്ല. ജനത്തിന് എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് ന്യായം പാലിക്കാൻ ആരും ഈ ലോകത്തിലില്ലയോ? നിങ്ങളുടെ സൈഡ് നിൽക്കാൻ ആരുമില്ലയോ? നിങ്ങൾക്കൊരു ആശ്വാസം പറയാൻ ഒരുത്തരുമില്ലയോ? എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ച് കാണുമായിരിക്കും. കുഴപ്പമില്ല. ജനത്തിന് എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തുകളയും ചെയ്യട്ടെ. നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളെ തകർക്കുവന്നവനെ തകർക്കുവാൻ ഒരു ദൈവം ഇറങ്ങി വരുന്നുണ്ട്. നിശ്ചയമായിട്ട് കർത്താവിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യങ്ങളും ഈ പ്രാർത്ഥനകളും നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ദുഃഖവും കണ്ണുനീരും വേദനകളും നെടുവീർപ്പും എല്ലാ മാറായുടെ കയ്പുകളും മാറട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ, ഭവനങ്ങളിലെ, ശരീരത്തിലെ, നമ്മുടെ ജോലിയിലെ, ശുശ്രൂഷയിലെ, നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിലുകളും കർത്താവിൻ്റെ വലിയ കരം അവിടെ ഒന്ന് വെളിപ്പെടട്ടെ. തകർന്നു കിടക്കുന്നതെല്ലാം, തരിപ്പണമായി കിടക്കുന്നതെല്ലാം, നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് 2 മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. ദൈവത്തിൻ്റെ സമാധാനം അവിടെ വിളയാണ്. പർവ്വതങ്ങളിലും കുന്നുകളിലും അവിടെ സമാധാനം വിളയാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളത് കൊയ്തെടുക്കണം, നിങ്ങളത് അനുഭവിക്കണം. നിങ്ങളുടെ ഭവനത്തിലേക്ക് ആ സമാധാനം വരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ സമാധാനം ദൈവം കൊടുക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ ആ വലിയ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തരെയും നീ ലജ്ജിപ്പിക്കരുതേ. അവർ തകർന്നു പോകരുതേ, അവർ നഷ്ടപ്പെടരുതേ, അവരെ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതേ. പച്ചാ ദൈവമേ, നിന്റെ കരങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി ഇപ്പൊ നീട്ടിയിരിക്കണായി സ്തോത്രം. നിന്റെ വലിയ പ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കണായി സ്തോത്രം. മഹത്വമേറിയ നിന്റെ കരം, മഹത്വമേറിയ നിന്റെ കരം, ജീവനുള്ള നിന്റെ കരം, അതേ ചലിക്കുന്ന നിന്റെ കരം, പ്രവർത്തിക്കുന്ന നിന്റെ കരം ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ക്രിയ ചെയ്തിരിക്കണായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുകയാണ്. എല്ലാവരും ഏറ്റെടുക്കേണ്ട പച്ച, ആമീൻ പറയേണ്ട പച്ച, ഗ്ലോറി പറയേണ്ട പച്ച, സ്തോത്രം പറയേണ്ട പച്ച. ആത്മാവിന്റെ നിറവിൽ നിന്റെ കുഞ്ഞുങ്ങൾ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ദൈവം എൻ്റെ എതിരിയെ തകർക്കുന്നു, എൻ്റെ വൈരിയെ തകർക്കുന്നു, എനിക്ക് വിരുദ്ധമായി എഴുന്നേറ്റ് വന്ന എല്ലാത്തിനും ദൈവം തമ്പുരാൻ തകർക്കുന്നു. അന്ന് ഇസ്രായേൽ ജനങ്ങൾ അതേ ചെങ്കടൽ വഴിയായി പോകുന്ന നേരത്ത് ഫറവോനും സേനകളും വന്നല്ലോ. കർത്താവിനെ തകർത്തില്ല, നിശ്ചയമായി. ഗോലിയാത്തെ ദൈവം തകർത്തില്ല, നിശ്ചയമായി. ദൈവം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ തകർക്കുവാൻ വരുന്നവനെ ദൈവം തകർക്കും. നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ ആരോടും പോയി മല്ല് വഴക്കിടേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾ ഒന്നും പോയി വഴക്കിടാനോ കേസ് കൊടുക്കാനോ ഒന്നിനും പോക വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരുത്തനുണ്ട്, ദൈവം ഒരുത്തനുണ്ട് നിങ്ങളുടെ കൂടെ. അവൻ നിന്നെ വിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല, കൈവിടുകയില്ല. ദൈവം ന്യായാധിപതിയായി ഇറങ്ങി വരുന്നുണ്ട്, നീതിപരനായി ഇറങ്ങി വരുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ആശ്ചര്യമായി അത്ഭുതമായി നടത്തി, നിങ്ങളെ ഉയർത്തി 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 ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായി കർത്താവ് അത് ചെയ്യും, നിശ്ചയമായി കർത്താവ് അത് ചെയ്യും. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അതേ അവരുടെ ഭവനത്തില്, അവരുടെ ശരീരത്തില്, അവരുടെ വിഷയത്തിന്റെ മുന്നിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുന്നിൽ, അവരുടെ വേദനയുടെ മുന്നിൽ, അവരുടെ വിഷയങ്ങളുടെ മുന്നിൽ കർത്താവിന്റെ കരം ഇപ്പൊ ക്രിയ ചെയ്തുകൊണ്ടിരിക്കനായി സ്തോത്രം. അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും എൻ്റെ മക്കൾക്ക് ഇപ്പം
ദൈവം കർത്താവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി സ്തോത്രം. ഇവിടെ ഹൃദയത്തിലിരിക്കുന്ന ഭയങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, ശരീരത്തിന്റെ വേദനകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, മരണത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പട്ടിണിയും ദരിദ്രവും നിന്റെ കുഞ്ഞുങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വലിയ കരത്തിന്റെ ആ വീര്യ പ്രവർത്തികൾ നിന്റെ കുഞ്ഞുങ്ങളൊന്ന് അനുഭവിക്കട്ടെ. ദിവ്യ ശക്തി കുഞ്ഞുങ്ങളുടെ മേലെ ഇറങ്ങട്ടെ പച്ച, വെളിപ്പെടട്ടെ പച്ച. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വമേറിയ കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി സ്തോത്രം. ആ കർത്താവേ, ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളത് വിശ്വസിക്കുകയാണ്, ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു വിടുതലിന്റെ ദിവസമാണ്, ഒരു സമാധാനത്തിന്റെ ദിവസമാണ്. ഞങ്ങളുടെ എതിരികളെ, ശത്രുക്കളെ തകർക്കുന്ന ഒരു ദിവസം ഞങ്ങൾ വിശ്വസിക്കുന്ന പച്ച. ഓ ഗ്ലോറി ടു ഗോഡ്. അവിടെ പറയുന്നുണ്ടോ, നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ഓ അളവില്ലാത്തൊരു സമാധാനം, അളവില്ലാത്തൊരു സന്തോഷം ദൈവം നിങ്ങൾക്ക് തരുകയാണ്. ഈ 1221 ദിവസം, ഈ 4 തീയതി 9 മാസത്തില് കർത്താവിന്റെ വലിയ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് രുചിക്കുകയാണ്. ആനന്ദം കൊണ്ട് നിങ്ങൾ ഹൃദയത്തെ കർത്താവ് നിറയ്ക്കുകയാണ്. ആടലും പാടലും സ്തുതിയും നിങ്ങളിൽ നിന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ അങ്ങോട്ട് കൈയടിച്ച് ആത്മാവിന്റെ നിറവിൽ അങ്ങോട്ട് തുള്ളി കുതിക്കണം. എന്റെ ദൈവം എന്റെ വൈരികളെ തകർത്തു. ഓ എനിക്ക് സമാധാനം, ആമീൻ, ജനത്തിന് സമാധാനം വിളയട്ടെന്ന് പറഞ്ഞില്ലേ? നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എനിക്കാണ് ഈ പറയുന്നത്, എന്റെ കുടുംബത്തിനായി പറയുന്നത്, എന്നോടാണോ പറയുന്നത്? അതെ, നിങ്ങളോട് തന്നെയാ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ വിലാപ്പുറത്ത് തട്ടി നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുക, വിടുതലെ പ്രാപിക്കുക. ഇനി നിങ്ങൾ വിഷമിക്കരുത്, തകർന്നു പോകരുത്, കണ്ണുനീർ കുടിക്കരുത്, കരയരുത്, വേദനിക്കരുത്. കർത്താവ് എല്ലാത്തിനും പരിഹാരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ കണ്ണ് പതിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവ് വൈരാഗ്യത്തോടെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അവന്റെ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവം വൈരികളെ തകർത്തോണ്ടിരിക്കുകയാണ്. ഇനി ഒരു വൈരിയും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരുത്തനും നിന്നെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവിന്റെ വലിയ വീര്യ പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥന നീ കേട്ടനായി സ്തോത്രം. ഈ ആലോചന കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഈ എതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന അംഗീകരിച്ച് ഏറ്റെടുത്തതിനായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിശ്ചയമായി വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മറക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഇരുന്ന് അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു.